ടൈം ബ്ലോക്കിംഗ് ക്യാൻ സേവ് യുവർ ലൈഫ്. ടൈം ബ്ലോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്ത് എപ്പോൾ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് നീ നിന്റെ കലണ്ടറിൽ ആഡ് ചെയ്തിടുന്നു. സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ഇത് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക് ഇൻ ദി ഡേ ഐ ഡിഡ്ന്റ് ഡു എനി ഓഫ് ദിസ് ഷിറ്റ്. ഞാൻ അതൊന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഞാൻ ലൈഫ് ലോങ് എനിക്ക് വേണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഷുഡ് ഫീൽ പ്രൊഡക്റ്റീവ്. എന്താണെങ്കിലും, ഞാൻ ഇപ്പോൾ ഇതിൽ സ്ഥലത്ത് പോയാലോ ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിലോ എവിടെയാണെങ്കിലോ ഐ ക്രേവ് ദിസ് ഫീലിംഗ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഈ ഫീലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു ടൈമും വേസ്റ്റ് ആവാൻ പാടില്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ ഐ ഓൾവേസ് കീപ് ഡൂയിങ് സംതിങ്. ഞാൻ ബിസി ആവും എന്തെങ്കിലും കാര്യം ചെയ്തിട്ട്. പക്ഷേ ദ തിങ് ഇസ് ഐ വാസ് ചേസിങ് ദ റോങ് തിങ്. ബിസി ആവുക എന്നുള്ളതല്ല അവിടെ ഞാൻ ചെയ്യേണ്ടത് പ്രൊഡക്റ്റീവ് ആവുക എന്നുള്ളതാണ്. ഫീലിംഗ് ബിസി ആൻഡ് ബീയിങ് പ്രൊഡക്റ്റീവ് ബോത്ത് ആർ ഡിഫറെൻറ്റ്. രണ്ട് ഡിഫറെൻറ്റ് കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഗോളിൽ നിന്ന് മാറിപ്പോയി. ആക്ച്വലി ഞാൻ എൻ്റെ മാക്സിമം ബിസി ആക്കി വെക്കാൻ നോക്കും ത്രൂ ഔട്ട് ദി ഡേ. ദാറ്റ്സ് നോട്ട് ഗുഡ്. യു ഷുഡ് ഗെറ്റ് ദ തിങ്സ് ഡൺ. അത്രേ ഉള്ളൂ. നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ദിസ് ഇസ് ഹൗ യു പ്ലാൻ യുവർ ഡേ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ ചെയ്യണതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് എപ്പോഴാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര ബിസി ആയിരിക്കും. എന്നിട്ട് എൻഡ് ഓഫ് ദി ഡേ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ എന്താ ചെയ്തതെന്ന് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി സീറോ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. ഐ ഹാഡ് എ പ്ലാൻ, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന് എനിക്കറിയില്ലായിരുന്നു. ദാറ്റ്സ് വെൻ ഐ അണ്ടർസ്റ്റാൻഡ് ടൈം ബ്ലോക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ കാലണ്ടറാണ്. അതിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത്, ലൈക്ക് ഇപ്പോൾ എനിക്കിന്ന് 7 മണിക്കാണെങ്കിൽ 7 to 8 ഒരു 1 hour ബ്ലോക്കിൻ്റെ സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഒരു 1 hour എന്ത് ചെയ്യും, ഓരോ 1 hour എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ ടൈം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഈവൻ ബ്രേക്സ് എടുക്കുകയാണെങ്കിൽ അത് വരെ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ആ ഒരു ടൈമിൽ യു ആർ ടേക്കിംഗ് ബ്രേക്ക്, യു ക്യാൻ ഗെറ്റ് ഫ്രീ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ആ ഒരു എല്ലാ ടൈമും ഒരു ബ്രേക്ക് ആയിട്ട് കാണും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഇനി എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം ടു ഡു ലിസ്റ്റ്. ഇനി എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ പറയുന്നത്. ദ തിങ് വിത്ത് ടു ഡു ലിസ്റ്റ് ഇസ് ഇറ്റ് വിൽ സേ നീ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നും കൂടെ പറയണം. എന്നാൽ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എവിടെ നിന്ന് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് ടൈം ബ്ലോക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കാരണം അതിൽ നിനക്ക് എന്താണ് ടാസ്ക്, എപ്പോൾ ചെയ്യണം, എവിടെ നിന്ന് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരുടെ ഒപ്പം ചെയ്യണം എന്ന് നിനക്ക് അവിടെ എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ടൈം ബ്ലോക്കിംഗ് ചെയ്യുമ്പോൾ നീ അവിടെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ടൈം ബ്ലോക്ക് ചെയ്യുമ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈവൻ ദ ടോപ്പ് പീപ്പിൾ ഇൻ ദ വേൾഡ് അവർ ടൈം ബ്ലോക്ക് ചെയ്ത് വെക്കും. കാരണം അവർക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ദേ ഡോണ്ട് ലൈക്ക് ബീങ് കൺഫ്യൂസ്ഡ്. ദാറ്റ്സ് എ വെരി ബാഡ് സ്റ്റേറ്റ് ടു ബി ഇൻ. അപ്പോൾ അവരെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ലൈഫിൽ ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡ് എവിടെ സ്പെൻഡ് ചെയ്യണം, എന്തിൽ സ്പെൻഡ് ചെയ്യണം എന്ന് അവർ ദിൽ നോട്ട് ഡൗൺ. അപ്പോൾ അവരുടെ ഡിസിഷൻസ്, നമുക്ക് എല്ലാ ദിവസവും ഓരോ ഡിസിഷൻസ് നമ്മൾ എടുക്കണമല്ലോ, നമ്മൾ എന്ത് കഴിക്കണം, നമ്മളെന്ത്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ, നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ പവർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബ്രെയിൻ പവർ നമുക്ക് ലെറ്റ്സ് നമ്മൾ എണീക്കുമ്പോൾ ഒരു 100 ബ്രെയിൻ പോയിന്റ്സ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഈ 100 ബ്രെയിൻ പോയിന്റ്സ് ഇസ് ലിമിറ്റഡ്. ഇതിങ്ങനെ റിപ്ലനിഷ് ആയിക്കൊണ്ടിരിക്കില്ല. ഒരു ദിവസത്തിന് യു ഹാവ് ലെറ്റ്സ് 100. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ 100 പോയിന്റ്സ് നീ ഏറ്റവും ബെസ്റ്റ് തിങ്ങിന്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നീ ഡിസൈഡ് ചെയ്യാൻ എടുക്കുക ഈ എനർജി. അല്ലാണ്ട് നീ എന്ത് ഡ്രസ്സ് ഇടണമെന്നോ, നീ എന്ത് കഴിക്കണമെന്നോ, നീ എവിടെ പോകണമെന്നോ, നീ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചിരിക്കല്ല വേണ്ടത്. വെൻ യു വേക്ക് അപ്പ് യു വിൽ ഹാവ് എ പ്ലാൻ, യു വിൽ ഹാവ് എ ഡിസിഷൻ, യു വിൽ ഹാവ് നോട്ട് എ ഡിസിഷൻ ടു മേക്ക്, യു വിൽ ഹാവ് എ പ്ലാൻ ടു ആക്ട് ഓൺ. ഇതാണ് ടൈം ബ്ലോക്കിങ്ങിൻ്റെ ഗുണം. നീ എനിക്ക് കഴിഞ്ഞാൽ നിനക്ക് ഓക്കെ ടൈം എന്തായി, ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. This is the thing I need you to take from this video. നീ എണീറ്റ് കഴിഞ്ഞാൽ, രാവിലെ ഓരോ ദിവസം എണീറ്റ് കഴിഞ്ഞാൽ എന്ത് എപ്പോൾ ചെയ്യണം എന്നുള്ളത് നിനക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആക്ട് ചെയ്താൽ മതി. നീ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും,
പക്ഷെ ഈവൻ ദ മില്യണേഴ്സ് ഇൻ ദ ബില്യണേഴ്സ് ഓഫ് ദ വേൾഡ് അവരുടെ ഡ്രസ്സ്, ലൈക്ക് മാർക്ക് സക്കർബർഗ് ഒക്കെ അവരുടെ ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത് ലൈക്ക് ദേ ഡോണ്ട് ചൂസ്, ഇറ്റ്സ് എ സിമ്പിൾ സെയിം കളർ ടീഷർട്ട് ആൻഡ് എ ജീൻസ്. അയാൾ അത് എല്ലാ ദിവസവും ഇടും. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഹി കനോട്ട് അഫോർഡ് എനിത്തിങ്, ഹി ക്യാൻ ലൈക്ക് കോട്ട് സ്യൂട്ട് ഇട്ട് എല്ലാ ദിവസവും നടക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് എടുക്കാം, വെരി എക്സ്പെൻസീവ് വാട്ട് എവർ എന്തെങ്കിലും ആയിക്കോട്ടെ. ദ പോയിന്റ് ഇസ് അത്രയും പല ഓപ്ഷൻസ് ഉണ്ടായിട്ടും ദേ ആർ നാരോയിങ് ഇറ്റ് ഡൗൺ, ദേ ആർ ലെറ്റിംഗ് അതേഴ്സ് ചൂസ്. അവർ വേറൊരാളെ കൊണ്ട് ഡിസൈഡ് ചെയ്യിപ്പിക്കുകയാണ് ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ദേ ഹാവ് ബെറ്റർ തിങ്സ് ടു തിങ്ക്, ബെറ്റർ തിങ്സ് ടു ആക്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി അത് ഏറ്റവും ഒരു ഡേയിലെ ഡിസിഷൻസ് എടുക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് ഇറ്റ് ഇൻ ഞാനെന്ത് കഴിക്കണം, ഞാനെന്ത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഞാനെന്ത്. സ്റ്റോപ്പ്. ഡോണ്ട് തിങ്ക് ഇൻ ടേംസ് ഓഫ് ഡേയ്സ്, think in terms of decades. So I hope you got some value from this